നമസ്കാരം പത്മജ. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ വെടിക്കെട്ട് കത്തി ഇത്രയും പേര് മരിച്ചു. അപ്പോൾ ഈ പല ചോദ്യങ്ങളും ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഇത്തരത്തിലുള്ള വെടിക്കെട്ട് ആവശ്യമാണോ അല്ലയോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വെടിക്കെട്ടാകാം, പക്ഷേ തൃശ്ശൂർ വെടിക്കെട്ടെന്ന് പറയുന്ന സംഗതി ഒരു കാരണം തൃശ്ശൂർ ഇപ്പം തിരുവമ്പാടിയും പാറമേക്കാവും അവരായിട്ട് മത്സരിച്ച് നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വെടിക്കെട്ട് ഒരു കാരണവശാലും നടത്താൻ പാടുള്ളതല്ല. മാത്രമല്ല ഈ ഉത്സവം നടത്തുന്നതിൻ്റെ സ്പിരിറ്റിന് വിപരീതമായി മാറുന്ന ഒരു അവസ്ഥയാണ്. പത്മജ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. നമുക്കൊരു ആർഗ്യുമെൻറ്റിലേക്ക് തന്നെ പോകാം. ആദ്യം എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയട്ടെ. ആഘോഷങ്ങളൊന്നുമേ വേണ്ട എന്ന് പറയുന്നു. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു ആഘോഷങ്ങളെക്കുറിച്ചാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. പണ്ട് നമുക്ക് ആനപ്പുറത്ത് ഞങ്ങളൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പ് വരെ എല്ലാ സ്ഥലത്തും ഇത് പറയെടുക്കാൻ വരുമായിരുന്നു. വീടുകളിൽ ദേവത വരുന്നു, നമ്മൾ പറ കൊടുക്കുന്നു, കുട്ടികളും അടുത്ത വീട്ടുകാരും എല്ലാവരും ചെയ്ത് ആഘോഷമായിരുന്നു. ആനയ്ക്ക് പ്രശ്നമാണ്, ആന ചൂട് കൊള്ളുന്നു എന്നും പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചു. ഈ ഇടയ്ക്ക് ഞാൻ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ നിന്ന് ഉത്സവത്തിൻ്റേതായ തിരുരൂപം വരുന്നു, വീടുകളിലൊക്കെ പറ വയ്ക്കുന്നു ഒക്കെ ചെയ്യുന്നു. നമ്മളുടെ ഓരോ ആചാരങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വേണ്ട, നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയാണ് ഉദ്ദേശിച്ചത്, വേണ്ടാന്ന് വയ്ക്കുകയും അത് മറ്റു മതക്കാർ ഏറ്റെടുത്ത് നടക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അതിലെനിക്കൊരു സങ്കടം തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം എൻ്റെ മകനൊന്നും ഇപ്പോൾ ഓർമ്മയില്ല പറ വന്നിരുന്നു വച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒന്നുമില്ല. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു ആ ആചാരങ്ങളെന്ന് തന്നെ പറയാം. ഇപ്പോൾ എറണാകുളത്ത് അമ്പലത്തിൻ്റെ ആണെങ്കിൽ അടുത്ത 2 റോഡുകളിൽ എറണാകുളത്തപ്പൻ വരും. ആ റോട്ടിലുള്ളവർക്ക് സന്തോഷമാണ്, പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് സങ്കടം തന്നെയാണ്. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് പ്രമുഖരായ വ്യക്തികളെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ. കാരണം മീഡിയയിൽ ഘോരം മീഡിയ പേഴ്സൺസ് വന്ന് പറയേണ്ട ഈ ആചാരങ്ങൾ വേണ്ട, ഇത് ദുരാചാരങ്ങളാണ്, ലോകം മുഴുവൻ ലേസർ ലൈറ്റിലേക്ക് പോയിരിക്കുന്നു, അപ്പോൾ അതെന്തുകൊണ്ട് ലേസർ ലൈറ്റ് ആയിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എന്തുമാത്രം വെഹിമെൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു മീഡിയ പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആയിരിക്കണം, നമ്മളൊരു പക്ഷം ചേർന്ന് പറയാൻ പാടില്ല. ശരിയാണ്, നമ്മൾ രണ്ടുപേരും മാധ്യമ പ്രവർത്തകരാണ്, നമ്മൾ ന്യൂട്രലായിട്ടാണ് നിൽക്കേണ്ടത്. 2 സ്ഥലവും കാണണം. ഇപ്പോൾ വിൻസെൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്നാന്ന് തോന്നുന്നു പേര്, അവിടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അതായത് എന്തോ ഒരു ആവശ്യത്തിനെന്നോ പുറത്തേക്ക് എന്തോ കരി എന്തെന്നോ സാധനം തിരി മറിച്ചിടാനെന്തോ പറയുന്നത്. പോകുന്ന സമയത്താണ് ഷൂ എന്നൊരു ശബ്ദം കേട്ട് അദ്ദേഹം നോക്കുമ്പോൾ ഈ തൊട്ടടുത്തിരുന്ന വെടിമരുന്നുകൾക്ക് ഇത് പറ്റുന്നു, അങ്ങേര് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് ഒരു മാധ്യമത്തിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കരിമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും വേറെ തരത്തിൽ കെമിക്കൽ വന്നിട്ടുണ്ടോ? അദ്ദേഹം പിന്നെ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം നിങ്ങൾ പറയുന്നത് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ജസ്റ്റിസ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹമാണ് ഈ കമ്മിറ്റിക്ക് തീരുമാനങ്ങൾ ഉണ്ടായിക്കൊടുത്തത്. അദ്ദേഹം പറഞ്ഞേക്കാം, ജസ്റ്റിസ് ഗോപിനാഥ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളിത് വേണമെന്ന് ആലോചിക്കണം, ഇത് ആചാരങ്ങളല്ല, വെടിക്കെട്ടെന്ന് പറയുന്നത് ആചാരമല്ല, ആഘോഷമാണ്. നമ്മൾ കഥന വെടി വെച്ച് പൊട്ടിക്കുന്നുണ്ട് എറണാകുളത്ത് അമ്പലത്തിലേക്ക്, ഓരോ സ്ഥലത്തും വെടി വഴിപാടുണ്ട്. അത് ആചാരമല്ലേ, ആഘോഷമാണോ? അപ്പം എന്തും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മേത്ത് മെക്കിട്ട് കയറാനുള്ള ആയുധമാക്കി മാറ്റുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇത് താങ്കളുടെ വ്യൂ പോയിന്റ് കേൾക്കാം. ഈ മേക്കിട്ട് കയറുന്നിടത്ത് നമുക്ക് തുടങ്ങാൻ പറ്റും. നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കിട്ട് ആരും കയറില്ല. ഇല്ല, നമ്പർ 1. അപ്പോൾ എങ്ങനെയാണ് ശക്തി വേണ്ടത്? സംഘടിച്ചാണോ ശക്തി വേണ്ടത്, അതോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്? അല്ല, സംഘടിച്ചും ശക്തരാകണം. സംഘടിത തൊഴിലാളി വർഗത്തിന്റെ നേതാവിന്റെ മകളാണ് ഞാൻ. തൊഴിലാളികൾ സംഘടിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ബാർഗെയിനിങ് പവർ, അതും നമ്മൾ കണക്കാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഘടന എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സംഘടന എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമല്ല, സമ്യക്കായിട്ട് ഘടന ഉണ്ടാകുമ്പോഴാണ് സംഘടന വരുന്നത്. അതായത് ഒരു വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറിവ് സമൂഹത്തെയും വ്യക്തിയെയും മുന്നോട്ട് നയിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ ഉള്ള ഒരു അറിവിനെയാണ് സമ്യക്ക് എന്ന് പറയുന്നത്. അതിനോട് യോജിക്കുന്ന ആൾക്കാർ ഒന്നിച്ചു ചേരുമ്പോഴാണ് സംഘടനയാവുന്നത്. അല്ലാതെ നമ്മൾ കുറേ ആൾക്കാർ ഒന്നിച്ചുകൂടി ഒരു സംഘടനയായിട്ട് നമ്മളിപ്പോൾ കാണുന്ന സംഘടനകളെല്ലാം അത് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ അത് സംഘടന എന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്കൂട്ടം എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ മോബാണ്. മോബ് എപ്പോഴും വയലൻസിലേക്ക് പോകുള്ളൂ.
അപ്പോൾ ഒരിക്കലും നമുക്ക് ആ മോബിനെ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാന ഘടകമായി എടുക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഐ ബെഗ് ടു ഡിഫർ. നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോയി. നമുക്ക് ഇല്ല, ഞാൻ സബ്ജക്റ്റിലേക്ക് വരുന്നത്. സംഘടനയല്ല നമുക്ക് പ്രധാനം, അല്ല, ഒരു ആചാരങ്ങളാണ്, ഒരു പ്രത്യേക ഞാൻ ആചാരത്തിലേക്ക് മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ആചാരം എന്ന് വെച്ചാൽ സംസാരിക്കുന്നത്. എന്താണ്? ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഇപ്പോ 50 60 അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് വന്നതല്ല. അല്ല, നമുക്ക് ഒരു ഓർമ്മയുള്ള ചെറിയൊരു കാലം മുതൽ ആചരിച്ചിരുന്ന സമ്മതിച്ചു. കാര്യങ്ങളാണ് അപ്പോൾ ഇത്. എന്താണ് ആചാരം? ഞാൻ അതിലേക്കാണ് ഞാൻ വന്നത്. ആ. എന്താണ് ആചാരം? എന്താണ് ആചാരം നമുക്കറിയില്ല. പൂർവികന്മാർ ആചരിച്ചു വന്നിരുന്ന കാര്യങ്ങളെയാണ് നമുക്ക് കൈമാറി കിട്ടുന്നത്. പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഐ തിങ്ക് അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഈ കുടമാറ്റത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹവും അത് ചെയ്തു വരുന്നു. മേളവിദ്വാൻമാർ മേളപ്പെരുക്കത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് വെടിപ്പുര പോലുള്ള സ്ഥലങ്ങളിൽ നമ്മളോ ആര് വേണമെങ്കിലും നമുക്ക് കയറാൻ അനുവാദമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്നലെ മീഡിയ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഷോർട്സ് എടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആരനുവാദം കൊടുത്തു? മീഡിയയ്ക്ക് അവിടെ കയറാൻ പറ്റുമോ? ഇത്രമാത്രം ക്ലോസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് പുറത്തു നിന്നുള്ള ആളുകൾ എന്തിനവിടെ അനുവാദം കൊടുത്തു? അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്കൊന്നും വരും. എന്താണ് ആചാരം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ സംഗതി എന്ന് പറഞ്ഞാൽ ഒരറിവിനെ പ്രയോഗിക്കുന്നതാണ് ആചാരം. ഇപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് ഒരു ആചാരമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് ഒരു ആചാരമാണ്. ആചാരമാണോ? അത് ആചാരം. അറിവിനെ ആചരിക്കുക. എന്താണ് ആചരിക്കുക? ഒരു അറിവിനെയാണ് ആചരിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പോഷകക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ പോഷകാഹാരങ്ങളുള്ള വസ്തുക്കൾ കഴിക്കുന്നതാണ് അതിനെ നമ്മൾ ആ രീതിയിൽ കഴിക്കുമ്പോഴാണ് ആചരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് അറിവിനെയും പ്രയോഗത്തിൽ വരുത്തുന്നതിനാണ് ആചരിക്കുക. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ഇന്നൊരു സഞ്ചയനം നടന്ന വീട്ടിൽ നിന്നാണ് സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് വരുന്നത്. അവിടെ എല്ലൊക്കെ ഇത് പറക്കി വെച്ചിട്ട് അവിടെ ഒരു വാഴ നട്ടു. എന്താണ് കാര്യം? അതിനെയാണ് പറയുന്നത് ശിവാഷ്ടകം പഠിക്കണമെന്ന് പറയുന്നത്. ശ്മശാനേ വസന്തം. അത് ശ്മശാനത്തിൽ വസന്തം ഉദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുധർമ്മത്തോടു കൂടിയവനാണ്. രാവിലെ കഴിച്ച ഭക്ഷണം നമ്മുടെ ഉള്ളിൽ മരിക്കാതെ കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആശുപത്രിയിൽ കിടക്കും. അതുകൊണ്ടാണ് വയറിലെ ദഹനം എന്ന് പറയുന്നത്. 2 വാക്കുകളാണ്. ഈ ദഹനത്തിന് നമ്മുടെ ഡെഡ് ബോഡി കൊണ്ട് ദഹിപ്പിക്കുന്ന ദഹനം എന്ന് പറയുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് ദഹനം എന്ന് പറയുന്നു. അപ്പം നമ്മളൊരു പഴം നമ്മൾ വായിൽ വെച്ച് ചവയ്ക്കുന്ന സമയത്ത് തന്നെ പഴം ഏതാണ്ട് മരണത്തിന് ആരംഭിച്ചു കൊടുക്കുന്നത് ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെയാണ് ഈ പഴയത് നശിക്കുകയും പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിവാഷ്ടകത്തിൽ ശ്മശാനേ വസന്തം മനോജം ദഹന്തം എന്ന് പറയുന്നത്. അപ്പം ഈ അറിവിൻ്റെ ഈ ഒരൊറ്റ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. അതിലെ എല്ലാ ആചാരങ്ങളും നിജപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർവികർ ചെയ്തിട്ടുണ്ട്. പൂർവികർ ചെയ്തിട്ടുള്ളതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തേണ്ട വ്യക്തികളാണ് തന്ത്രിമാരെന്ന് പറയുന്നത്. തന്ത്രിമാർക്ക് എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത്? തന്ത്രിമാർക്ക് അറിയില്ല എന്താ തന്ത്രം എന്നുള്ളത്. അത് ഞാൻ സമ്മതിക്കാൻ പറ്റില്ല. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ യൂണിവേഴ്സിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും എന്താണെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും യൂണിവേഴ്സിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ വേറെ മറ്റു എല്ലാവർക്കും അറിയാമെങ്കിൽ അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന തന്ത്രി ശബരിമലയിലെ അദ്ദേഹത്തിനെ കുറിച്ച് അല്ലാതെ എത്രയോ തന്ത്രിമാരുണ്ട്. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീധരൻ തന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു വലിയ പ്രഗത്ഭനായിരുന്ന തന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ തന്ത്രിസ്ഥാനത്ത് വളരെ നന്നായിട്ട് അദ്ദേഹം ശ്രീധരൻ തന്ത്രിയുടെ പിന്നെ ഒരു അദ്ദേഹം ഹൈക്കോടതി കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. അഫിഡവിറ്റിനകത്ത് അന്ന് കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് പരിപൂർണ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത്. അതായത് 18-ാം പടിയുടെ ഈ അളവ് മാറ്റിക്കഴിഞ്ഞാൽ, വീതി കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ പെട്ടെന്ന് കയറ്റാമെന്നും പറഞ്ഞു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഉപനിഷത്തുകളും മറ്റേത് തന്ത്രശാസ്ത്രമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ നിഗൂഢ ശാസ്ത്രങ്ങളുണ്ട് എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്നത്. അതായത് 18-ാം പടി കയറുന്നവർക്കറിയാം, 18-ാം പടി സാധാരണ പടി പോലെയല്ല. ഈ പടിയിൽ ഒരു ജിജ്ഞാസുവായ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് നമ്മുടെ ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ നോക്കുകയാണെങ്കിൽ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് കാണാൻ കഴിയും. ആ രീതിയിലാണ് അതൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് സാർ. അത് തന്നെയാണ് ഞാനീ പറയുന്നത്. ഹിന്ദു മതത്തിലെ ഓരോ ആചാരങ്ങളുടെ പുറകിലും ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു തത്വമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ആ വാഴയുടെ കാര്യം പറഞ്ഞു, അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഒന്നും വെറുതെ അല്ല.
ഹിന്ദു മതത്തിലുള്ള കാര്യങ്ങളിൽ മുഴുവനും കണക്കുകളുണ്ട്, സയൻസ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരാളോട് സംസാരിക്കും, അപ്പം വെടി പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കരിമരുന്ന് പ്രയോഗത്തിലുണ്ടെങ്കിൽ ധാരാളം പേര് കൂടി നിൽക്കുന്നതിൽ നിന്നുണ്ടാകുന്ന അമീബ അങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള വൈറസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉച്ഛ്വാസത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് പ്രകൃതിയെ, വായുവിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള ഒരു ഇഫക്റ്റും കൂടെ അതിലുണ്ടെന്ന് പറയുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞത് ഇത്രയും വലിയൊരു മത്സരം പോലെ നടക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ തന്നെ മത്സരങ്ങളില്ലേ? പിന്നെ മാത്രമല്ല അതിന്റെ സംഭവിക്കുന്നത് കമോൺ കളിയിൽ മത്സരിക്കണം. ജീവിതത്തിന് നമുക്ക് കളിയില്ല. അപ്പൊ നമ്മൾ നൃത്തത്തിൽ മത്സരിക്കുന്നുണ്ട്, പാട്ടിൽ മത്സരിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്, പരീക്ഷയിൽ, അതായത് എഴുത്ത് പരീക്ഷയിൽ ഉൾപ്പെടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. മത്സരം വരുമ്പോഴല്ലേ അതിന്റെ നമ്മളുടെ ഏറ്റവും കൂടുതൽ കഴിവ് പുറത്തേക്ക് വരുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കുടമാറ്റത്തിൽ പോലും എന്തൊക്കെ തരത്തിലുള്ള നോവലായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. മത്സരിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. മത്സരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കുക? പലർക്കുമുള്ള ബുദ്ധിമുട്ട് അതാണ്. മത്സരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശത്രുപക്ഷത്താണ് ശ്രദ്ധിക്കുക. മത്സരത്തിൽ ഉദാഹരണത്തിന് മെസ്സിയുടെ കളി, മെസ്സി പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് എതിർ ടീമിലുള്ളവർ മെസ്സിയെ വളയാൻ നോക്കും. മെസ്സി അതിനെയാണ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നത്. മെസ്സിയുടെ ശ്രദ്ധ കളിയിലാണ്, എതിരാളിയെ തോൽപ്പിക്കുക എന്നല്ല. എതിരാളിയെ തോൽക്കുക എന്നുള്ളത് അതിൻ്റെ റിസൾട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തിലാണോ ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധയിലൂടെ പോകുമ്പോഴാണ് ഈ ആചാരം നടക്കുന്നത്. അതിനാണ് ആചാരം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആഘോഷപൂർവ്വം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് ഈ ട്രാഫിക് പോലീസിൻ്റെ ഒരു ബോർഡുണ്ട്, പലയിടത്തും എഴുതി വെച്ചേക്കുന്നതാണ്, ഡ്രൈവിങ് ആസ്വദിക്കൂ, ആഘോഷമാക്കരുത്. വിവരക്കേട് കൊണ്ട് എഴുതി വയ്ക്കുന്നതാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു അവസ്ഥയാണ്. അത് നമ്മളുടെ ഈ വെടിക്കെട്ടിലേക്ക് വരികയാണെങ്കിൽ വ്യക്തമായ ഒരു അല്ലെങ്കിൽ സുചിന്തമായ അഭിപ്രായത്തോട് തന്നെയാണ് ഞാനീ പറയുന്നത്. വെടിക്കെട്ടിൻ്റെതായ ഭംഗി മാത്രമല്ല, ദേവീ ദേവന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആചാരം കൂടെയാണ്. അത് ഇത്രയും വലിയ നിലയിൽ വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ വെടിക്കെട്ട് ലേസർ കൊണ്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനോട് അവിടെയാണ് പ്രശ്നം. അതിനെ നമ്മൾ എങ്ങനെ ലേസർ കൊണ്ട് നേരിടാൻ പറ്റില്ല എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിവ് ഉപയോഗിച്ച് നേരിടാൻ പറ്റും. ദാറ്റ് ഇസ് എ ഇഷ്യൂ. ഉദാഹരണത്തിന് ഈ ദേവീ ദേവന്മാരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സമ്മതിക്കാം. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ വെടിക്കെട്ടെന്ന് പറയുന്ന സംഗതി എന്താണ്? വളരെ ലളിതമാണ്. ഈ ഏത് ആചാരം എടുത്ത് നോക്കിയാലും ഒറ്റ സംഗതി അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി രൂപം, അതിൻ്റെ ഇൻറ്ററാക്ഷൻ, അതിൻ്റെ ആ ഒരു സൈക്ലിക് ഇൻ്റർപ്ലേ, ഈ സാധനമാണ് എല്ലാത്തിലുള്ളത്. അത് ഈ വെടിക്കെട്ടിലും അത് തന്നെയാണ്. വെടിക്കെട്ടിൽ വെച്ചിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമസോ മാ ജ്യോതിർഗമയ എന്നുള്ള ആ ശ്ലോകത്തിൻ്റെ ഈ വരിയുടെ പരിഭാഷയാണ് വെടിക്കെട്ടെന്ന് പറയുന്നത്. അതായത് തമോ ഗുണമാണ് എർത്ത് എന്ന് പറയുന്നത്. ആ എർത്തിൽ നമ്മുടെ ഉള്ളിലെല്ലാം കിടക്കുന്ന മനുഷ്യൻ, നമ്മൾ ഭൂമിയുടെ ഭാഗമാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഊർജത്തെ ഉണർത്തി മുകളിലേക്ക് സഹസ്രാര ചക്രത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൈ ആണ്. സ്കൈ ഈസ് ദ ലിമിറ്റ്. ഒരു വ്യക്തിയുടെ പരമാവധി ശേഷിയിലേക്ക് ഉയർത്തുക അറിവിലൂടെ വേണം. തമസോമാ ജ്യോതിർഗമയ, അതാണ് ഈ വെടിക്കെട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ലേസർ കൊണ്ട് പറ്റത്തില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ ലേസർ വാദി അവിടെ നിശബ്ദനാകുന്നത്. ഇത് നമുക്കിന്ന് പറയാൻ പറ്റുന്നത്. വെടിക്കെട്ട് വഴിപാട് തന്നെ എല്ലാ അമ്പലങ്ങളിലും വലിയ വഴിപാടില്ലേ വെടിക്കെട്ട് വഴിപാടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ വേണ്ടല്ലോ, അതിന് പകരം നമ്മുടെ മേത്തേക്ക് 2 ലേസർ അടിച്ചു. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഈ ലേസർ വിഡ്ഢിത്തരമാണ് എന്ന് പറഞ്ഞ അയാൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ അറിവ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. അത് നമുക്കിന്ന് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ തൃശ്ശൂരിലെ ആ ജില്ലയിലുള്ള ഗർഭിണികളുടെ ഗർഭം മുഴുവൻ കലങ്ങുന്ന രീതിയിലുള്ള വെടിക്കെട്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അത് ചിന്തനീയമായ കാര്യമാണ്. പക്ഷെ പൂർണ്ണമായും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വേണം. പക്ഷെ ഇത് പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞു, ഞാനും യോജിക്കുന്നു. ഇത്ര വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകണമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള നിയമലംഘനവും നടന്നിട്ടില്ല. ഈ ചൂട് കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ പറയുന്നത്, ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് something has gone wrong. Yes. No doubt about that. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മറ്റാരെങ്കിലും ശിക്ഷിക്കുക എന്നുള്ളതായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് ഈ ഉത്സവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആചാരത്തിൻ്റെയും പ്രസക്തി വരുന്നത്. സംഭവം വാട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, വി കനോട്ട് അൺഹാപ്പൻ ഇറ്റ്.
ഇല്ലേ അതെ. എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ഇത് സംഭവിച്ച ഈ പോരായ്മ സംഭവിച്ചത് അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. എന്നിട്ട് നമുക്ക് വെടിക്കെട്ട് ഇത്രയും വെടിക്കെട്ടിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യം ഇന്നതാണ് എന്നുള്ള അറിവ് പകരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് വെടിക്കെട്ടിനെ കാണുമ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടിക്ക് എനിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഈ ഒരു തോന്നൽ എൻ്റെ ഉള്ളിലും ഈ ശക്തി ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സുന്ദർ പിച്ചമാരെയും സത്യനന്ദന്മാരെയും തുടങ്ങിയിട്ടുള്ള ഈ സംഗമഗ്രാമം മാധവന്മാരെയൊക്കെ ആയിരക്കണക്കിന് സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ അതിനുള്ള അവിടെയാണ് ഞാൻ പറഞ്ഞത് ആചാരങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കാനുള്ള സാധനം, അനാചാരങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇതൊരു അനാചാരമല്ല, അല്ല, സോ ഹാപ്പൻ. പക്ഷേ ഇന്നലെ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വെടിക്കെട്ടെന്ന് പറയുന്നത് അത് ശുദ്ധ അനാചാരമാണ്. അത് ആചാരം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന അനാചാരമാണ്. ഇപ്പോൾ വരുന്നൊരു കണക്ക് പ്രകാരം കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ 474 പേരാണ് ഈ വെടിക്കെട്ടുകളിൽ കൂടെ മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു അപകടം നമ്മൾ അറിയുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പോയിട്ട് ഒരു വണ്ടി ടെമ്പോ ഇന്നൊരാൾ മരിച്ചു കേട്ടോ, 10 മരണസംഖ്യ. ആ ടെമ്പോ ട്രാവലിൻ്റെ ആക്സിസ് ബ്ലേഡിന് എന്തോ പ്രശ്നമുണ്ട്, അതിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും വരുന്നില്ല ആ ഫുൾ വണ്ടികൾക്ക്. എന്നിട്ടും അതിനെതിരെ ഒരു നടപടികളും വരുന്നില്ല, ഒന്നും വരുന്നില്ല. നൂറ്റാണ്ടിൽ 474 പേര് മരിച്ച വെടിക്കെട്ടിനെ വലിയതായിട്ട് കാണിക്കും. ഞാനൊരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ഇങ്ങനെ അപകടങ്ങളിൽ, വാഹനാപകടങ്ങളിൽ ഈ വണ്ടികൾക്ക് പ്രത്യേകിച്ച് ബ്രേക്ക് കൺട്രോളിന് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു ഗൗരവമായ ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ മീഡിയയിലൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നല്ല ഒന്ന് അനലൈസ് ചെയ്ത് പറയും. അല്ല, നമ്മൾ ഇതിനെ ഒരു താരതമ്യത്തിലൂടെ കാണേണ്ട സംഗതിയല്ല. ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, സംശയമില്ല കാര്യം. പക്ഷേ ആ വ്യക്തി ആ മരണം വരെ പരമാവധി അദ്ദേഹത്തിന് ആ വ്യക്തി ജീവിച്ചിരിക്കാൻ അവസരം ഉണ്ടാവുക, അല്ലേ? അംഗഭംഗങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട്, എന്നിട്ട് വളരെ മനോഹരമായിട്ട് ആഘോഷപൂർവ്വം ജീവിക്കുക, തിരിച്ചു പോവുക. ഇതാണ് ഒരു വ്യക്തിക്ക് ലഭ്യമാവുന്ന അവസ്ഥ. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ പോയാൽ പോലും വളരെ ഗുരുതരമായ സംഗതിയാണ്. അത് നമുക്ക് ആ ഒരു വ്യക്തി, കാരണം ഒരു വ്യക്തിയേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുക. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന സമയവും ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയവും ഇതിനിടയ്ക്ക് 1 മില്യൺ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ 10 ലക്ഷം ആൾക്കാർ നമ്മൾ ഇന്നലെ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഉണർന്നതിന് മരിച്ചു കഴിഞ്ഞു. ഇതൊരു പ്രോസസ്സാണ്. പക്ഷേ എന്നതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസാനം വരെ പരമാവധി ജീവിച്ച് ആഘോഷപൂർവ്വം ജീവിച്ച് പോകാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ താരതമ്യങ്ങളല്ല ആവശ്യം, മറിച്ച് ഇതിനെ എങ്ങനെ നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിനെ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പരം വലിയൊരു ശാസ്ത്രത്തെ മുന്നോട്ട് വയ്ക്കാനില്ല. ശാസ്ത്രം അറിയാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂന്താനം പറഞ്ഞതുപോലെ കഴുത കുങ്കുമം ചുമക്കുന്ന പോലെ ആയിരിക്കും. ഈ കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയണോ വേണ്ടയോ, ഇത് നമ്മൾ അതാണ് കൃത്യമായിട്ട് തൃശ്ശൂർ താമസിക്കുന്ന എല്ലാവരും ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനെക്കാട്ടിലുപരി വരാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്താണ്. അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സത്യമായിട്ടും കൃത്യമായിട്ടും ഒരു സ്റ്റഡി നടത്തി എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും കൂടെ അഭിപ്രായം ആരാഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. ഈ വെടിക്കെട്ട് ഞാൻ പറഞ്ഞത് വെടിക്കെട്ട് നടത്തട്ടെ. ഈ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ചു, ഇന്നലെ അവിടെ നമ്മൾ ടി വിയിലൂടെ കണ്ട വെടിക്കെട്ട് നോക്കുക. ഇതിൻ്റെ ഈ ഒരു ശബ്ദം ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു ഭ്രൂണത്തിന് ഇതിന്റെ ഡെസിബലിനെ താങ്ങാൻ പറ്റും. അങ്ങനെ താങ്ങിയിട്ടല്ലേ അവിടെയുള്ള ആൾക്കാർ, അവിടെ എന്താ തൃശ്ശൂരാരും പ്രസവിക്കുന്നില്ലേ സാർ? പ്രസവിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നതല്ല, അത് ആരോഗ്യകരമാണോ അല്ലേ? അല്ല, ആരോഗ്യകരമായിരിക്കും. അതും നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു ശബ്ദം കേട്ടാൽ ഞാൻ പറഞ്ഞത് വെടിക്കെട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ നമ്മൾ കണ്ട വെടിക്കെട്ട് കാണണം. ഇന്നലെ കണ്ട പൊട്ടിത്തെറി. ഇത് ഇറാനിലെ യുദ്ധം നടന്നിട്ട് അവിടെ പോലും നമ്മളത് കാണുന്നില്ല ഈ സാധനം. ഓക്കെ, അത് ഞാൻ തെറ്റിദ്ധരിച്ചു, സോറി. ഞാൻ വിചാരിച്ചു എല്ലാ കൊല്ലം വെടിക്കെട്ടായിക്കോട്ടെ. വെടിക്കെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് അതും നമ്മുടെ ഈ സൗന്ദര്യത്തിൻ്റെ കാഴ്ചയിലൂടെ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞിടത്ത് പോലും നമുക്ക് ഈ പാശ്ചാത്യ ബ്യൂട്ടിയുടെ ട്രാൻസ്ലേഷനിലൂടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഭാരതീയമായ ഉത്സവത്തിൻ്റെ ഭാഷയിൽ, ഞാൻ പറഞ്ഞ ആചാരത്തിൻ്റെ ഭാഷയിൽ സൗന്ദര്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. ആ സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പണിയിലൂടെ മാത്രമേ നമുക്ക് ഈ തൃശ്ശൂർ പൂരം എന്നുള്ള കുങ്കുമത്തിനെ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് തൃശ്ശൂർ പൂരം എന്ന കുങ്കുമത്തിന് നമുക്ക് അതിൻ്റെ ഗന്ധം അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ഈ ലേസർ വേണം മറ്റേതുള്ളതെന്ന് പറയുന്നതൊന്നും അവിടെ നിലനിന്ന് വരും പോവില്ല. വർഷങ്ങളിൽ സൗന്ദര്യമുള്ള ഗന്ധമുള്ള നല്ലൊരു ഉത്സവമായി അതെ, തന്നെ ഞാൻ തൃശ്ശൂർ പറഞ്ഞത് പൂരം നിലനിന്ന് കറക്റ്റ് പോകട്ടെ എന്ന് കറക്റ്റ് നമുക്ക് കറക്റ്റ്. പ്രത്യേകിച്ച് അതിനാൽ ഇതൊക്കെ അവസരമാക്കി മാറ്റണം. കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അതെ.